18 ഡേയ്സ് ഔട്ട് ഫ്രം മൈ ഫസ്റ്റ് നാച്ചുറൽ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ. ഇന്ന് എണീറ്റ് വന്നപ്പോൾ തൊട്ട് നല്ല എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. ഹൈ കാർബ് ഡേ ആയിരുന്നെങ്കിൽ പോലും ഇന്ന് ഞാൻ ഹൈ കാർബ് ചെയ്യുന്നില്ല. അത്രയ്ക്ക് എനർജി എനിക്കിന്ന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നും ഞാൻ ലോ കാർബ് തന്നെ ചെയ്യുകയാണ്. രാവിലത്തേക്ക് നമ്മൾ 6 ഹോളക്സ് ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ പണ്ട് മുടിയും താടിയൊക്കെ വളരാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറച്ച് എണ്ണകൾ മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ കുറച്ച് വൈറ്റമിനിയുടെ ക്യാപ്സ്യൂളും മിക്സ് ചെയ്ത് അത് കുറച്ച് നേരം തലയിലും താടിയിലും തേച്ചിട്ട് അതിലേക്കൂടെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നടക്കുമായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബീഫിൻ്റെ സിമ്പിളായിട്ട് എയർ ഫ്രയറിൽ റെസിപ്പി ആയിട്ട് ഞാൻ ഒരു 380 ഡിഗ്രീസിൽ അറൗണ്ട് 15 to 20 മിനിറ്റ്സിൽ ഉണ്ടാക്കിയെടുത്താണ് ഈ ബീഫ് കാണുന്നത്. അതിൻ്റെ കൂടുതൽ ചെറിയ ടൊമാറ്റോസും കഴിച്ചു. ഇന്ന് മിക്കതും ഈ ബീഫ് തന്നെയാണ് കഴിക്കുന്നത്. കാരണം ഡേറ്റ് തീരാറായി. അതുകൊണ്ട് ഇന്ന് തന്നെ ഇത് ഫുള്ള് കഴിച്ചു തീർക്കണം. അതുകൊണ്ട് ഇന്നത്തെ മെയിൻ പ്രോട്ടീൻ സോഴ്സ് ഫുള്ള് വരുന്നത് ഈ ബീഫിൽ നിന്ന് തന്നെയായിരിക്കും. പ്രീ വർക്കൗട്ട് ഡ്രിങ്ക് ആയിട്ട് നമ്മുടെ കോഫി, പിങ്ക് സോൾട്ട്, ഹണി, അതിനകത്ത് കുറച്ച് ചൂടുവെള്ളം ഇത്ര ഒഴിച്ച് നമ്മൾ ജിമ്മിൽ പോകാൻ വേണ്ടി റെഡിയായി. എന്നിട്ട് ഈ പറഞ്ഞ പ്രീ വർക്കൗട്ട് ഡ്രിങ്കും കുടിച്ചിട്ട് നമ്മൾ ജിമ്മിലെത്തി. വർക്കൗട്ടുകൾ 3 സെറ്റ് 12 റെപ്പറ്റീഷൻ. ആദ്യത്തേത് നമുക്ക് പുൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടുതൽ സൂപ്പർ സെറ്റായിട്ട് ഡംബൽ പ്രസ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഡംബൽ ഷ്രക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ലോ കേബിൾ റോ ചെയ്തു. അത് കഴിഞ്ഞ് 30 ഡിഗ്രി ഇൻക്ലൈൻ ഡംബൽ പ്രസ് ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ സൂപ്പർ സെറ്റായിട്ട് ഡംബൽ പുൾ ഓവർ ചെയ്തു. ചെസ്റ്റും സെറാറ്റസും സ്ട്രെച്ച് ആകുന്ന രീതിയിൽ. അത് കഴിഞ്ഞ് കേബിൾ ക്രോസ് ഓവർ ചെയ്തു. 3 സെറ്റ് 20 റെപ്പറ്റീഷൻ. അത് കഴിഞ്ഞിട്ട് പെഗ് ഡക്ക് ചെയ്തു. റിയർ ഡെൽറ്റിൻ്റെ ഫ്ലൈസ് ചെയ്തു. അത് തന്നെ സിംഗിൾ ഹാൻഡും ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഓൾഡ് സ്കൂൾ വേയിൽ സ്റ്റിഫ് ആം പുൾ ഡൗൺ ചെയ്തു. ഡംബൽ ലാറ്ററൽ റൈസസ് ചെയ്തു. അത് കഴിഞ്ഞ് ചെറുതായിട്ട് ഒന്ന് പോസ് ചെയ്തു. ഒത്തിരി നേരം നിന്നില്ല. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് പോസ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലെത്തി. തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും രാവിലെ വെച്ച ബീഫും അതിൻ്റെ കൂട്ടത്തിൽ വീണ്ടും ഒരു ചെറിയ ടൊമാറ്റോ കഴിച്ചു. ആ മീലി 2 തവണ പിന്നെ റിപ്പീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അലക്കാനിട്ടിരുന്ന തുണിയെല്ലാം കൊണ്ട് വിരിച്ചിട്ട് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് പോഡ്കാസ്റ്റ് കേട്ടോണ്ടിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ച് ജിമ്മിലെത്തി. ഇൻ പേഴ്സൺ കുറച്ച് ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് നമ്മുടെ ഷെയ്ക്കാണ്. അതിനകത്ത് ഒരു പഴം, 150 ഗ്രാം ഫ്രോസൺ മാംഗോ, 1 സ്കൂപ്പ് ക്രിയാറ്റിന്, 1 സ്കൂപ്പ് ഗ്ലൂട്ടമിൻ, 300 ml എഗ് വൈറ്റ്, ഇത്രയും ബ്ലെൻഡ് ചെയ്ത് ഷെയ്ക്കായിട്ട് കുടിച്ച് ഡാർക്ക് ചോക്ലേറ്റും കഴിച്ച് ഡേ ഫിനിഷ് ചെയ്ത് കിടന്നുറങ്ങി.